കഴിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇതേപോലുള്ള ആരെ കിട്ടും നിങ്ങളെ ഹോട്ടല് അല്ല തന്നാലും നിങ്ങൾ വാങ്ങിക്കും. അപ്പൊ ഞാൻ തരാം. എല്ലാവരും തരും. ഇത് മോഷ്ടിക്കാൻ കാരണം കേട്ടോ. മോഷ്ടിക്കരുത്. ഈ പാലക്കാട് വരുമ്പോ ചേച്ചി ചോദിച്ചാൽ ഒരു പൊറോട്ട ബീഫ് തരും. ഞാൻ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു ആളും കൂടെ. മൊത്തത്തിൽ പ്രകൃതിയാണ് പഞ്ചഭൂതം. ഇവരാണ് ദൈവം, കാറ്റ്, മഴ, ഇതെല്ലാം. പക്ഷേ അവർക്കറിയാത്ത ഒരു കാര്യം, നിങ്ങൾക്കറിയാത്ത ദൈവമുണ്ട്, നമ്മളെ കൂടെ ഉണ്ട്. ആ വിശപ്പിലാണ് ദൈവം നമ്മളെ കൂടെ. വിശപ്പില്ലെങ്കിൽ നമ്മളില്ല, ദൈവത്തിനെ കാണാൻ പറ്റില്ല. ഞാൻ അങ്ങനെയാണ് ഇവിടെ കയറിയത്. പക്ഷേ ആ ദൈവം തന്നപ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും. ഞാൻ കല്ല് കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ വേദന കൊണ്ടാണ്, എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല. എനിക്ക് വീടില്ല. കാലിൽ ആണിക്കാലെന്ന് പറഞ്ഞു, ആണിക്കാൽ മുള നടക്കാൻ പറ്റും. ചാടിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചേട്ടൻ കിടക്കും. ആ ചേട്ടന് കമ്പി അടി കിട്ടിയ ഫോൺ ചെയ്ത് വിളിച്ച് പറയുന്നു പറഞ്ഞു. ഞങ്ങളോട് എല്ലാം കൊണ്ട് എണ്ണി നോക്കിയതല്ല, കവറിലാക്കി. എണ്ണ അത്ര അറിയില്ല, മേലെ കവറിലാക്കി. തിരിച്ചെങ്ങനെയാ പോയത്? തിരിച്ചവിടെ അതേപോലെ തന്നെ ഇറങ്ങി. അതേപോലെ ഇറങ്ങി. അതാ തുറന്നു. ഇത് തുറന്നു. ഇവിടെ എൻ്റെ ഒരു ആഴ്ച കേട്ടോ. സൗത്ത് സ്റ്റേഷൻ വന്നാൽ മതി. ഞാൻ എനിക്ക് പണി പഠിച്ചു തവർന്ന് ബീഫ് എടുത്തു. കറിയായിരുന്നോ അതോ വെറും ബീഫോ? ഫ്രൈ ചെയ്ത് അത് തണുപ്പിച്ചിരുന്നു. മരം കഴിക്കാൻ പറ്റും. ഞാൻ പിന്നെ അവിടെ കൊണ്ടുപോയി പൊറോട്ട എവിടെ ഉണ്ടായി? എന്നിട്ട് കുറെ മുട്ടയുണ്ട്. ആ മുട്ട എടുത്ത് ഞാൻ അതിനകത്ത് കുറച്ച് ഇളക്കി അത് പെട്ടെന്ന് ഇതായി. അതിനടുത്ത് ഒരു പാത്രത്തിലാക്കി ഞാൻ പാത്രവും ആ വെള്ളവും കൊണ്ട് അവിടെ വെച്ച് നോക്കിയപ്പോൾ അവിടെ കഴിച്ചിട്ട് നോക്കിയപ്പോൾ അവിടെ